കാട്ടിനുള്ളിൽ ഒരു കുട്ടി ജനിക്കുന്നു. പക്ഷേ ജനിക്കുമ്പോൾ തന്നെ അവന് 16 വയസ്സുണ്ട്. ഇപ്പോൾ ജനിച്ചത് കൊണ്ട് തന്നെ അവന്റെ ശരീരം മുഴുവൻ ഒരു വഴുവഴുപ്പുള്ളതാണ്. പെട്ടെന്ന് അടുത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്നൊരു പാമ്പ് അവനെ കടിക്കാനായി അടുത്തേക്ക് വരുന്നു. അടുത്ത നിമിഷം തന്നെ അവൻ ആ പാമ്പിനെ പിടിച്ച് തന്നെ തന്നെ സംരക്ഷിക്കുന്നു. ഇപ്പോൾ ജനിച്ചതേ ഉള്ളൂ എങ്കിലും അവന് ഒരു അപകടം വന്നപ്പോൾ തന്നെ അറിയാതെ സ്വയം സംരക്ഷിക്കാനായി സാധിക്കുന്നു. അവിടെ നിന്ന് എവിടേക്ക് പോകണമെന്നറിയാതെ വഴിതെറ്റി അവൻ സിറ്റിയിലെത്തുന്നു. എന്നാൽ അവൻ വസ്ത്രമൊന്നുമില്ലാതെ സിറ്റിയിലൂടെ നടക്കുന്നത് കണ്ട് എല്ലാവരും അവനെ അറപ്പോടെയാണ് നോക്കിയിരുന്നത്. അവൻ ആദ്യമായിട്ട് മനുഷ്യരെ കാണുന്നത് കൊണ്ട് തന്നെ അവർ റിയാക്ട് ചെയ്യുന്നത് അവന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അവൻ കാരണം അവിടെ ആകെ പ്രശ്നമാവുകയും പബ്ലിക്കായി വസ്ത്രമില്ലാതെ നടന്ന് പ്രശ്നമുണ്ടാക്കിയതിന് പോലീസ് അവന്റെ കയ്യിൽ വിലങ്ങിട്ട് കൊണ്ടുപോകുന്നു. അവിടെ ജയിലിൽ അവൻ ആരാണെന്നോ എന്താണെന്നോ ചോദിച്ചാൽ പോലും അതിന് ഉത്തരം നൽകാൻ അവന് അറിയുകയില്ല. ഒരു ദിവസം അവന് മെന്റൽ ഡിസോർഡർ ആണോ എന്ന് അറിയാൻ വേണ്ടി ഡോക്ടറെ വിളിച്ച് ചെക്ക് ചെയ്യുന്നു. എന്നാൽ അവനെ ചെക്ക് ചെയ്ത ഡോക്ടർ പോലും ഷോക്കാവുന്നു. എന്തെന്നാൽ അവന്റെ വയറ്റിൽ പൊക്കിൽ കൊടി പോലും ഇല്ലാതെയാണ് അവൻ ജനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പോലും അറിയാതെ അടുത്തിരിക്കുന്ന ആൾ കഴിക്കുന്നത് പോലെ നോക്കി കഴിക്കാൻ തുടങ്ങുന്നു. അവന്റെ കേസ് വളരെ വിചിത്രമായിരിക്കുന്നതിനാൽ അതിനുവേണ്ടി സ്പെഷ്യലായ ഒരു ലേഡിയെ വെച്ച് അവർക്ക് അവന്റെ കേസ് കൈമാറുന്നു. അവർ ഫസ്റ്റ് ടൈം അവനെ കാണാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രയോൺസ് എല്ലാം ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തതുപോലെ ഒരു ഡ്രോയിങ് വരച്ചു വെച്ചിരിക്കുന്നു. അത് കണ്ട് അവൾക്കു തന്നെ അത്ഭുതമായി തോന്നി. സോ അതിനാൽ അവൾ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കുറച്ചുനാൾ അവനെ അവിടെ താമസിപ്പിച്ച് അവനെ സ്റ്റഡി ചെയ്യാനായി തുടങ്ങുന്നു. അവിടെ പോയതും 1 മാസം കൊണ്ട് അവൻ സംസാരിക്കാനായി തുടങ്ങുന്നു. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുവരെ അവൻ എല്ലാം പഠിച്ചെടുക്കുന്നു. ഓരോ ദിവസം പോകും തോറും അവന്റെ സംസാരം കൂടിക്കൂടി വരികയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് അവരുടെ വീട്ടിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ റിപ്പയർ ആവുകയും നോക്കിയതും അവൻ 1 സെക്കൻഡ് കൊണ്ട് അത് ശരിയാക്കുന്നു. ഒടുവിലാണ് തിരിച്ചറിഞ്ഞത് അവൻ വെറുമൊരു മനുഷ്യനല്ല, ആർട്ടിഫിഷ്യലായി മിലിറ്ററി പ്രോജക്റ്റിനു വേണ്ടി സീക്രട്ടായി ഉണ്ടാക്കിയ ഒരു സൂപ്പർ ഹ്യൂമൻ ആണ്. എല്ലാ കഴിവുകളുമുള്ള ഒരു സൂപ്പർ ഹ്യൂമനെ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ ഒരു റോബോട്ടിനേക്കാൾ വേഗത്തിൽ അവന് എന്തും പഠിക്കാൻ കഴിയുന്നു. മാത്രമല്ല അവനൊരിക്കലും മരണവുമില്ല.